നമസ്കാരം. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് ബേപ്പൂരിലേക്കാണ്. ഓക്കെ, ബേപ്പൂരിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. ഇന്ന് നമുക്ക് ഒരു പാരമ്പര്യ ചികിത്സാലയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം നമ്മുടെ ദോസ്ത് അഭിലാഷ് ഭായ് ആണ്. അഭിലാഷ് ഭായ് ഒരു ഹായ്. ഓക്കെ, അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബേപ്പൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ പോർട്ടിലേക്ക് വെറും 4.5 കിലോമീറ്റർ. ക്ലാരിറ്റിയിൽ പിടിക്കും മനുഷ്യ. അപ്പൊ നമ്മള് ബേപ്പൂരിലേക്ക് തിരിയാണ് കേട്ടോ. ബേപ്പൂരിലേക്ക് നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹൈവേയിൽ നിന്ന്. ഇനി ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മളെ ലക്ഷ്യത്തിലെത്തും. ഇന്ന് നമ്മൾ പണ്ടത്തെ പോലെ എന്താ പറയാ, നമ്മൾ ട്രാവലിംഗ് ഒരുപാട് എടുത്തിട്ടില്ല. പിന്നെ ഒരുപാട് മഴയാണ്. എപ്പോഴും നിങ്ങൾക്ക് ട്രാവലിംഗ് റോഡ് കാണിച്ചിട്ട് ബോറടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മളുടെ ലക്ഷ്യത്തിലെത്തും. പാരമ്പര്യ ആരോഗ്യ ചികിത്സാലയം. ഓക്കെ, കാണാൻ പോകുന്നത്. ജസ്റ്റ് പോണ വഴിക്കുള്ള കാഴ്ചയാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇത് നമ്മള് പോണ വഴിക്കുള്ള ഒരു ഓഡിറ്റോറിയമാണ്. കാരണം ഇതെന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങള് തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമായിരിക്കും. അപ്പൊ വരുന്ന ആൾക്കാർക്കൊക്കെ റൂട്ട് കറക്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് സൈഡിലുള്ള വ്യൂസ് എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഓഡിറ്റോറിയം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകേണ്ട സ്ഥലം. അപ്പോൾ ഈ ഓഡിറ്റോറിയം ഒക്കെ നിങ്ങൾക്ക് ഒരു ലാൻഡ് മാർക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മളിവിടുന്ന് നേരെ പോകേണ്ടത് 2 കിലോമീറ്റർ ഇങ്ങോട്ട് ബേപ്പൂരിലേക്ക്. ഇവിടുന്ന് തിരിയാണ്. നമ്മളിവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിയും. ഓക്കെ, ബേപ്പൂരിലേക്ക് ഇനി വെറും 2 കിലോമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ കുറച്ച് ദൂരം മാത്രമുണ്ട് നമ്മൾ ഇനി എത്താനായിട്ട്. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് നിങ്ങൾ വളഞ്ഞിട്ടില്ല കേട്ടോ. നല്ല മഴയും കാര്യങ്ങളെല്ലാം ഉണ്ട്. മാറി കുറച്ച് നല്ല കടൽ തീരം, നല്ല വ്യൂ ആണ് കേട്ടോ. ഇത് ശരിക്കും ഒരു ബീച്ചിന്റെ ഒരു സൈഡാണ്. ഇവിടെയാണ് നമ്മൾ തിരിയേണ്ടത്. ചെറിയൊരു ഇടവഴിയാണ് ഇത്. ബീച്ചിന്റെ സൈഡിൽ കൂടെ തന്നെ. ഇവിടുന്ന് ഒരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ ഒരു ഇസ്ലാമിക് സ്കൂള് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. ഇവിടുന്ന് ഈ ബീച്ചിന്റെ സൈഡിൽ നിന്നാണ് നമ്മൾ തിരിയേണ്ടത് കേട്ടോ. അപ്പൊ ബീച്ചിന്റെ അടുത്ത് തന്നെയാണിത്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബീച്ച് കൂടി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ ചെറിയ റോഡിലേക്ക് കഴിഞ്ഞു. വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ബീച്ചിന്റെ എന്താ വെച്ചാൽ ബേപ്പൂർ ബീച്ചിൽ വരിക. ബീച്ചിൽ നിന്ന് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞു തരും.
നമ്മൾ ലക്ഷ്യത്തിലെത്തി. ഈ ലൊക്കേഷനിലാണ് നമ്മൾ കയറുന്നത്, സ്ട്രെയിറ്റ് കേട്ടോ. ഈ വീടാണ്. എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാലും പറയും കുഞ്ഞു മുഹമ്മദ് വൈദ്യരാണ്. ഈ വീട്ടിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇതാണ് സ്ഥലം. ഇതാണ് നമ്മൾ അങ്ങോട്ട് കയറാൻ പോകുന്നത്. ഒരു ഇഷ്ടം പോലെ വണ്ടികളുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അതിൽ വേണ്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബാക്കിയെല്ലാം കൊടുക്കുക. അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അത്രത്തോളം വൈദ്യരായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട്. സാർ, ഇത് എത്ര കാലമായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ചികിത്സയൊക്കെ തുടങ്ങിയിട്ട്? ഒരു 20 കൊല്ലം. 20 കൊല്ലമായിട്ടുണ്ടല്ലേ. അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തൊക്കെ ചികിത്സകളാണ് ശരിക്കും മെയിനായിട്ട് ഇവിടെ? ഇവിടെ ഒരുവിധം ചികിത്സയൊക്കെ നടക്കും. അല്ല, മറ്റേ ഞരമ്പിൻ്റെ സംബന്ധമായിട്ടുള്ള ഞരമ്പ് സംബന്ധമായിട്ടുള്ള ചികിത്സകളാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് തന്നതാണ് സാറ്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഇതിൻ്റെ രീതികളെ പറ്റിയിട്ടൊക്കെ എങ്ങനെ ഇതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചിട്ടൊക്കെ. ചികിത്സ എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഞരമ്പ് നമ്മൾ കൈനാട്ടി പിടിച്ചാൽ നമുക്കറിയാം ഏത് ഞരമ്പാ ബ്ലോക്ക് എന്നുള്ളത്. അതപ്പം തന്നെ തീർക്കും, ഓപ്പറേഷത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ നമുക്ക് ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കേസുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മളുടെ വൈദ്യരടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഇല്ലാതെ എല്ലാ രോഗങ്ങളും ശരിയാക്കും എന്നുള്ളതാണ്. ഞരമ്പ് സംബന്ധമായിട്ടുള്ള എല്ലാതും അപ്പം തന്നെ റെഡിയാക്കി കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? അതെ, അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ. അത് നമ്മളുടെ ഞരമ്പ് സംബന്ധമായിട്ട് കിടന്നങ്ങോട്ട് വരും. കിടത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ആംബുലൻസിൽ കൊണ്ടുവരും, ഇവിടെ വെക്കും, ഓരോ അപ്പം തന്നെ എണീച്ചാട്ട് പോകും. അത് പറഞ്ഞ ആംബുലൻസിൽ വരെ വന്ന രോഗികളെ ഇവിടെ കിടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പറയണത്. അപ്പം തന്നെ എണീറ്റ് പോകും. അപ്പം തന്നെ നമുക്ക് ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ സർജറി ഒക്കെ ചെയ്യുന്നതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും വയസ്സായ ആൾക്കാർക്കൊക്കെ. അപ്പോൾ ഞരമ്പ് സംബന്ധമായിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല എന്നുള്ളതാണ് സാറ് പറയുന്നത്. അതെ, ഇവിടെ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. ഇവിടുന്നൊക്കെയുള്ള ആൾക്കാർ വരാറുണ്ട്, എല്ലാ ഭാഗത്തുനിന്നും. ഉത്തർപ്രദേശ് വരെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ആൾക്കാർ വരെ വരാറുണ്ടല്ലേ? അപ്പോൾ നിങ്ങളെവിടെ സ്ഥലം? ഞങ്ങൾ അങ്ങാടിപ്പുറമാണ്, പെരിന്തൽമണ്ണ. നിങ്ങളെ ഭാഗം ഫുൾ സെക്ഷനാണ്. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്താനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ നമ്മളെ ഒരു നാട്ടുകാരി ഭയങ്കര വയസ്സായിട്ടുള്ള ഒരു അമ്മ വന്നിട്ട് ഇവിടുന്ന് വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ട് വന്നു. അതാണ് ഞാനിപ്പോൾ നമുക്കെല്ലാവർക്കും ഇത് അറിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്നുള്ള രീതിയിലാണ് സ്കാനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അന്ന് തന്നെ റെഡിയാക്കി വിടുന്നു. സ്പോട്ടൊന്നും അപ്പം ശരിയാക്കും അല്ലേ? ഇതിൻ്റെ ചികിത്സാ രീതികളും എങ്ങനെയൊക്കെയാണ്? ചികിത്സ ഞരമ്പ് ബ്ലോക്ക് വിരലുകൊണ്ട് എന്തൊക്കെ അസുഖങ്ങളാണ് നമ്മൾ മെയിനായിട്ട്? ഒരുവിധ അസുഖങ്ങളൊക്കെ ചികിത്സിക്കുന്നുണ്ട്. അലർജി മാലിച്ച് ശ്വാസം മുട്ടൽ വരെ അത് വരെ ഉണ്ടല്ലേ. പിന്നെ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് അതിൽ തൃപ്തിയില്ലാത്തൊരു കാര്യങ്ങളാണ്. കാരണം എന്നെ ആരും അറിയരുത് എന്നുള്ള അഭിപ്രായം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അതുണ്ടോ ഇപ്പോഴും എന്നെ ആരും അറിയരുത് എന്നുള്ളതാണ് സാറ് പറയുന്നത്. കാരണം സാറിനെ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗങ്ങളുണ്ട്. കാരണം ഞാനിപ്പോൾ ഇവിടെ വന്നു തന്നെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് റിസൾട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് നേടിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഞാൻ ഈ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഓപ്പറേഷനൊക്കെ വിട്ടിട്ടുള്ള ആൾക്കാരും ഓപ്പറേഷൻ ചെയ്തിട്ടാലേ നടക്കുള്ളൂ എന്നൊക്കെ കാര്യങ്ങൾ സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതപ്പം തന്നെ ശരിയായിട്ട് പോകാം. ഒരു ദിവസം എത്ര ആൾക്കാരൊക്കെ വരും? 75, 80, 100 ആളെ വരെ നോക്കിയ ദിവസമുണ്ട്. ബുക്കിംഗ് ചെയ്തിട്ട് വരണോ അതോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ? നമ്മൾ എമർജൻസി ആണോ ഓല അപ്പം തന്നെ കയറ്റും, ഓല വിടും. എന്നാൽ പിന്നെ വല്ല കഷ്ടപ്പെട്ട് തിരിയണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ കഥ ഇവിടെ 2 ആൾ കൂടിയാണ്ട് താങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിച്ച് കഴിഞ്ഞാൽ
ഓലെ നമ്മൾ ആദ്യം അതെ, കിടപ്പ് രോഗികളൊക്കെയാണ് കൂടുതലായിട്ട് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ അല്ലേ? അതിൽ എല്ലിൻ്റെ തേയ്മാനം അങ്ങനെയുള്ള അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ അവിടെ. അങ്ങനെ സംഗതി ഇല്ല. മനുഷ്യൻ്റെ അസ്ഥി ഒരു കാലത്തും തേയില്ല. മനുഷ്യൻ്റെ അസ്ഥി തേയില്ല അതല്ലേ? ഇവിടെ നടുവാട്ടത്ത് ഒരു മൊയ്ത് മൊയ്ല് വേള 112 വയസ്സിലെല്ലാവരും മരിച്ച് അയാളൊക്കെ എല്ലുണ്ടാവുമോ തേഞ്ഞിട്ട്. എൻ്റെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ള എനിക്ക് പറയാൻ പറ്റില്ല. ഭാഗം ഫുള്ള് പ്രൈമസാണ്. ഞാൻ കണ്ണൂർ, വടകര അവിടെയൊക്കെ ക്യാമ്പ് ചെയ്യുന്നു എല്ലാ ഭാഗത്തും. കാരണം അല്ല, ഇതിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിപ്പോൾ കുറേ കാലത്ത് കുറേ ദൂരെ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൂടുതലായിട്ട് നമ്മളിതിനെപ്പറ്റി ഒരു എല്ലാവർക്കും അറിയുണ്ടാവണം എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അങ്ങനെ ദൂരം നിന്നൊക്കെ ആൾക്കാർ കുറേ കണ്ടമാനം ദൂരത്ത് എല്ലാ ഭാഗത്തുനിന്നും വരും. അപ്പോൾ അവരിങ്ങനെ ബുക്ക് ചെയ്യാതെ നേരത്തെ ഒരപ്പം തന്നെ ഈ ദൂരമുള്ള ആളുകൾ നമ്മളപ്പം തന്നെ കയറ്റി ചെയ്യുള്ളൂ. അല്ല, വിളിച്ച് പറഞ്ഞിട്ട് വരികയാണോ അതോ വിളിച്ച് പറഞ്ഞു വരുന്നതുണ്ട്, പറയാതെ വരുന്നതുണ്ട്. നമ്മളിപ്പോൾ ഒരു ഞായറാഴ്ച നമുക്ക് ഇവിടെ ഒഴിവാണ്, പക്ഷെ നമുക്ക് ഒഴിവ് നമുക്ക് ഇവിടെ ഉണ്ടാവില്ല. എമർജൻസി കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒഴിവ് പറ്റുമോ? ഒരപ്പം കിടത്തി അപ്പം തന്നെ നോക്കൂ, അപ്പം തന്നെ വിടും. ശരി. ഇനിയിപ്പോൾ രാത്രി 12 മണിക്കാണ് ഒരു എമർജൻസി വരുന്നുണ്ടോ അപ്പം നോക്കും, പ്രശ്നമില്ല. പിന്നെ വേറെ ഷോപ്പുകളായിട്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? അപ്പോൾ മരുന്ന് കൊടുക്കുന്ന ഷോപ്പ് മാത്രമേ. മരുന്ന് ഷോപ്പില്ലേ? അല്ല, അപ്പോൾ മക്കളായിട്ട് ആരെങ്കിലും സാറ് മാത്രം ഇല്ല, മക്കളാരെങ്കിലും ഈ ഫീൽഡിലേക്ക് ഇല്ല കിട്ടൂല. ഉള്ള കാര്യം തുറന്നു പറയാലോ. മക്കളൊന്നും ഫീൽഡിലേക്ക് തുറന്നിട്ടില്ലല്ലേ? കാരണം ഇത് വേറൊരാൾക്ക് കൊടുക്കാൻ കഴിയൂല. പിടിക്കണമെന്ന് മാറിയാൽ പോയല്ലേ അല്ലേ? ഡിസ്കിലേക്ക് വരുന്ന നമ്മൾ പിടിക്കുന്ന മാറി കഴിഞ്ഞാൽ ഒന്ന് കണ്ണിന് കാഴ്ച പോകും, അല്ല സംസാരം പോകും. ഇതൊക്കെ അതിൽപ്പെട്ടതാണല്ലോ. അപ്പോൾ എങ്ങനെ നമ്മൾ കൊടുക്കുക? പിന്നെ നമ്മളെ മക്കൾ ഏത് രീതിയിലുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനാണ്ടോ ഇത്രയും എളിമയോട് കൂടിയിട്ട് നമ്മളൊരാൾ ഇൻ്റർവ്യൂ എടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും, ഞാൻ പറയുമ്പോൾ ഇത്രയും ഒരു വലിയൊരു മനുഷ്യൻ നമ്മളെ മുന്നിൽ ഇത്രയും എളിമയോട് കൂടിയിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ചോദിക്കേണ്ടതെന്ന് പോലും അറിയുന്നില്ല. അത്രത്തോളം എളിമയോടെയാണ് സാറ് സംസാരിക്കുന്നത്. വടകരയുള്ളൊരു ഓഫീസിന് മറ്റേ ഇതിന് കോവിഡിൻ്റെ ഒരു ആളായിരുന്നു. അയാളവിടുത്തെ വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അയാളിവിടെ ആംബുലൻസിലാണ് കൊണ്ടുവരുന്നത്. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അയാൾ ഒരു മാസം 22 ദിവസം അവിടെ കിടന്നിരിക്കണ്, വീട്ടിലും ഹോസ്പിറ്റലിലായിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ കിട്ടുകയാണ് നമ്പർ. അത് കിട്ടിയപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ സാറേ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരണം. അപ്പോൾ ഞാൻ ഒത്തിരി ദയനീയ അവസ്ഥയിലുള്ളത്, ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ എന്നോട് പറഞ്ഞു അത് പ്രശ്നമില്ല, നമുക്ക് എന്തായാലും ഇല്ല 1 മണിക്കൂറും 50 മിനിറ്റ് കൊണ്ട് മൂപ്പർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആംബുലൻസ് കൊണ്ടുവന്ന് ട്രഷറിലാക്കി ഇവിടെ വെച്ച് മൂപ്പർ അപ്പം തന്നെ എണീച്ച് പുറത്തേക്ക് കണ്ടുപോയി. വണ്ടി പോയിക്കോളാൻ പറഞ്ഞു. 22 ദിവസം വീട്ടിലും ഹോസ്പിറ്റലിലും തങ്ങിയതിന് ശേഷം വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് സാറ് പറഞ്ഞത്. വളരെ ഞങ്ങൾക്ക് ഈ കോവിഡ് കാലത്ത് കേൾക്കുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെയുള്ള വേറെ ഏതെങ്കിലും കേസ് സാറിന് ഞങ്ങൾക്ക് പറയാം വരുന്നുണ്ട് ഇവിടെ? അതൊന്ന് പറയാമോ? അങ്ങനെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പറയാമോ? ഈ ഒരു കേസാണ് ജാസ്തിയായിട്ടുണ്ടാവുക നമുക്ക്, അതായത് ഡിസ്ക് പ്രോബ്ലം. അത് ഏത് രീതിയിലാണെങ്കിലും സ്പോട്ടിൽ നിന്ന് ഇപ്പോൾ ശരിയാവും. അതുപോലെ നടക്കാൻ കഴിയാത്ത കേസ് അല്ല, ഞാൻ പറഞ്ഞത് ഇത് ഇപ്പോൾ പറഞ്ഞ വേറെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കുറേ മുന്നേയൊക്കെ ചെയ്തിട്ടുള്ളതായിട്ട്, അതാണ് ഞാൻ ചോദിച്ചത് നേരത്തെ. ഇപ്പോൾ ആൾക്കാരെല്ലാവരും കൈവിട്ട ഒരു കേസൊക്കെയാണ് സാറ് നടത്തി കൊടുക്കാറുള്ളത്. അപ്പോൾ അതുപോലെ ഇത് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരാൾ അവരുടെ പേര് ഇപ്പോൾ ഇടയിൽ ഒരാൾ 1 കോടി ഉറുപ്പിക കൊടുത്ത് കഴിച്ചിലാക്കില്ലേ? യൂസഫ് അലിൻ്റെ ഒരു പണിക്കാരനെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് കുറേ പൈസ അയാൾ ചിലവാക്കി അവസാനം ഇവിടെ വരികയാണ്. ഇവിടെ വന്നിട്ട് പ്രശ്നം നട്ടിലൊക്കെ ഇതായിപ്പോയിട്ട് ണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരു മാസം എടുത്താലും തീരില്ല. അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുമായിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 എക്സ്പീരിയൻസാണ് സാറ് പറഞ്ഞത്. ഒന്ന് യൂസഫ് അലി സാറിൻ്റെ ഒരു സ്ഥാപനത്തിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതും, പിന്നെ സാറ് പറഞ്ഞില്ലേ, സാറ് നിങ്ങളോടെല്ലാം പറഞ്ഞു നമ്മളുടെ ഒരു ആംബുലൻസ് വന്ന കേസുകൾ കൂടുതൽ ആ സാറിൻ്റെ മക്കൾക്ക് വേണമെങ്കിൽ
പാരമ്പര്യമായിട്ട് ഇത് പകർന്നു കൊടുക്കാം. പക്ഷെ സാറ് പറയുന്നത്, സാർക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം, പക്ഷേ സാറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വേറെ ആൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സാറ് പറ്റില്ല കൊടുക്കാൻ കഴിയില്ല. ശിഷ്യന്മാരൊന്നും ഇതിനകത്ത് അങ്ങനെ ഇല്ല ഇതൊക്കെ ഓരോരോ നിമിത്തങ്ങളാണല്ലോ. ഇത്രയും എന്താ പറയുക, ക്യാഷിന് വേണ്ടി ഓരോ ആൾക്കാർ ഓരോ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ബിസിനസ്സായിട്ട് നമ്മളെ ഹോസ്പിറ്റലുകൾക്ക് ഒരു ബിസിനസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഈ ഒരു കാലഘട്ടത്തിലും ഇതുപോലെയുള്ള ഒരാളെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റിയെന്നുള്ളത് തന്നെ എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇടാം, റൂട്ടും കാര്യങ്ങളെല്ലാം ഇടാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് സാറിന് ഒരു വട്ടമെങ്കിലും കാണണം, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്കിത് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ കാര്യം. വേറെ എന്തെങ്കിലും അങ്ങനെ അല്ല, ഇത് സാറിന് ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കഴിവാണല്ലോ. അപ്പം അതിനെ സാറിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ല, വേറൊന്നല്ല. നമുക്കതായിട്ടുള്ള ഒരു പവർ നമുക്കില്ലല്ലോ, അല്ലേ? അങ്ങനല്ലേ സാറ് പറയണം. എത്രയോ ആളുകൾ പറഞ്ഞത് ദൈവാനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിട പറയാണ്. നമ്മളുടെ വൈദ്യരുടെ ഇവിടെയുള്ള സഹായത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. മരുന്നും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോ ആയിട്ടൊക്കെ നമുക്ക്, അഭിലാഷ് ഭായ്, ഇനിയും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വേറൊരു ദിവസം നല്ല രീതിയിൽ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വരാത്തവരെല്ലാവരും ഇവിടെ ഒന്ന് വരിക, നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും നിരാശരായിട്ട് തിരിച്ചു പോകില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വിട പറയുകയാണ്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ നമസ്കാരം. അപ്പോൾ നമ്മളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതുപോലത്തെയുള്ള നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.